നമ്മുടെ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും എതിർത്ത് സംസാരിക്കാറുണ്ട് അല്ലേ പേരൻസിനോടൊക്കെ. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് വളരെയധികം വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു വലിയ ഇമോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മിക്കവാറും ഫ്രസ്ട്രേഷനൊക്കെ വരുന്ന സമയത്തായിരിക്കും കുട്ടികൾ വളരെ ഹാർഷായിട്ടുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. അതിനോടൊപ്പം തന്നെ അവരോട് നമ്മൾ എങ്ങനെ ഇതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യവും ചിന്തിക്കാം. അതായത് നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാലോ അവരെ പണിഷ് ചെയ്ത് കഴിഞ്ഞാലോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വഴക്കായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആദ്യം അത് തിരിച്ചറിയുക, എന്നിട്ട് അവരോട് പറയുക. ടീനേജൊക്കെ ആകുമ്പോൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് ഒട്ടും റെസ്പെക്റ്റ് കുറയാത്ത രീതിയിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടികളോട് ഹാർഷായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് പകരം കാമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ബൗണ്ടറീസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിക്കുമെന്നും അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഇമോഷൻസിനെ എങ്ങനെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്.